സോറി. സാരമില്ല, അറിയാതെ തട്ടിയതല്ലേ. അല്ല, ചേച്ചിയുടെ പേരെന്താ? മീനാക്ഷി. അല്ല, കുട്ടിയുടെ പേര്? പേര് അമ്മു. പറമ്മോ? അല്ല, അമ്മുന്നാ പേര്. വിയാറിന്റെ ഇനിഷ്യലാ. ഓ, അമ്മു. നല്ല പേര്. അല്ല, വീട്? വീടങ്ങ് അകലെയാ. ഞാനിവിടെ ഒരു വീട്ടില് ജോലിക്ക് നിക്ക. ബന്ധുക്കളൊക്കെയോ? എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോ ആരുമില്ലാത്ത അവസ്ഥയിലാ ഞാൻ. എനിക്ക് ഇതുപോലൊരു ഏട്ടത്തിയമ്മ ഉണ്ടായിരുന്നു. ആ ഏട്ടത്തിയമ്മയും ചേച്ചി പോലെ സുന്ദരിയാ. അമ്മു, എന്റെ ഇത് ഞാൻ അമ്മുന്റെ മുഖം ഒന്ന് കണ്ടില്ലല്ലോ. ആ മാസ്ക് ഒന്ന് മാറ്റോ? ഞാൻ പോട്ടെ, വന്നിട്ട് ഒരുപാട് നേരമായി. ഞാൻ പോവാണേ. ആ മുഖം ഒന്ന് കണ്ടോട്ടെ ഞാൻ. ഈ മുഖം കണ്ടപ്പോ എന്തോ മുൻജന്മ പരിചയം പോലെ. ഞാൻ പോട്ടെ. നിക്ക്, എന്റെ ഭർത്താവിനെ കാണണ്ടേ? അമ്മു കണ്ട് പരിചയപ്പെട്ടിട്ട് പോ. പിന്നെ ആവാം. ഏതായാലും ചേച്ചിയെ പൊന്നുപോലെ നോക്കുന്ന ഒരാളായിരിക്കും. അതെങ്ങനെ അറിയാം? അത് ചേച്ചിയുടെ മുഖത്തെ സന്തോഷം കണ്ടാൽ തന്നെ അറിയാലോ. ഇന്ന് നിന്റെ പിറന്നാളാണോടാ? ആണോ സുമലതേ? അല്ല, ഇവന്റെ പിറന്നാൾ ധനുമാസത്തിലല്ലേ? ഇത് പിറന്നാളിന്റെ ഒന്നും അല്ലമ്മേ. നമ്മുടെ ജഗൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ്സോ? എന്ത് ബിസിനസ്സാടാ? അതൊക്കെ അവിടെ നിക്കട്ടെ. ഏതായാലും വരുമാനമുള്ള ബിസിനസ് ആണെന്നറിയാം. വിദ്യേ, ഏതായാലും എന്നെ പോലെ ജോലിക്കൊന്നും പോകാതെ ജഗൻ വീട്ടിൽ കയറിയൊന്നും നിൽക്കുന്നില്ലല്ലോ. പയ്യെ പയ്യെ എനിക്കും തുടങ്ങണം ഒരു ബിസിനസ്. മോനെ, ജഗൻ എന്ത് ബിസിനസ്സാണ് തുടങ്ങിയോന്ന് പറ. അതൊക്കെ പിന്നെ പറയാം. ആദ്യം അമ്മ പോയി പായസം ഉണ്ടാക്കും. അവൻ എന്ത് ബിസിനസ് തുടങ്ങിയെന്നൊന്ന് പറയടാ. ജഗന്റെ പുതിയ ബിസിനസിന്റെ വീഡിയോ എന്റെ മൊബൈലിൽ വന്നിട്ടുണ്ടമ്മേ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ജഗന്റെ പുതിയ ബിസിനസ്, തട്ടുകട. ദോശയും ചമ്മന്തിയും ഓംലെറ്റും രസവടയും പിന്നെന്തോ വേണം. ഓംലെറ്റിന്റെയും തട്ടുദോശയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ദേ കൂത്തി വരുന്നു എന്റെ അപ്പച്ചി. കൊള്ളാം. തട്ടുകട. പ്ലാസ്റ്റിക് വെച്ചല്ലോ വീട് വെക്കുന്നത്. പ്രകാശൻ ഇതൊക്കെ മടക്കി വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ ചെക്കനവിടെ ഗൂഗിള്? അവനവിടെ മീനാക്ഷി പറയുന്ന കഥകളും കേട്ടിരിക്കുക. കൈ നിറയെ സ്വർണം കിട്ടിയ കഥയാണോ? ഓ, ആ ചെക്കന് പഠിക്കാനൊന്നുമില്ലേ? ആ കൂട്ടങ്ങളൊന്നും സ്കൂളിന്റെ പടി കാണത്ത. കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലും കഥ. നീ ആ ചെക്കനെ ഇങ്ങോട്ട് വിളിച്ചേ. പ്രകാശേട്ടാ, മീനാക്ഷിക്ക് പുരാണ കഥകളൊക്കെ നന്നായിട്ട് അറിയാം. അത് കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ടാ അവൻ പോയത്. കുട്ടികള് പുരാണ കഥകളൊക്കെ കേട്ട് വളരുന്നത് നല്ലതാ. അത് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഗുണം ചെയ്യും. ഗോകുലിനെ സംബന്ധിച്ച് അവന്റെ അച്ഛനെ കണ്ടുപഠിക്കാൻ പിശുക്കല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. കണ്ടുപഠിക്കാൻ ഒന്നുമില്ലാത്തവൻ കേട്ടെങ്കിലും പഠിക്കട്ടെ. കേട്ട് പഠിക്കാൻ പോണു.
പുരാണ കഥ കേട്ടിട്ട് നിന്റെ മോൻ എന്ത് മണ്ണാങ്കട്ടി അടി പഠിക്കാൻ പോണത്? ഒന്നുമില്ലെങ്കിലും ജനിപ്പിച്ച മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്നെങ്കിലും അവൻ പഠിക്കുമല്ലോ. ആ കാര്യത്തില് നമ്മുടെ മോൻ അവന്റെ അച്ഛനെ മാതൃകയാക്കിയാലേ ഭാവിയിൽ എനിക്ക് മാത്രമല്ല പ്രകാശേട്ടനും അത് വലിയ ദോഷം ചെയ്യും. മതിയടി നിന്റെ ഫിലോസഫി. ഞാനേ എന്റെ അച്ഛൻ മാധവൻ നായരെ പോലെ സൽഗുണസമ്പന്നൻ ചമഞ്ഞ് നടന്നിരുന്നെങ്കിലേ ജീവിതാവസാനം വരെ അമ്മയെപ്പോലെ നിനക്കും കണ്ടവന്റെ വാടക വീട്ടിൽ കഴിയേണ്ടി വന്നേനെ. വീട് പണി നടക്കാ, ഒരുപാട് പണം ഇനിയും വേണ്ടി വരും. സാധാരണ വീട് പണി നടക്കുന്ന സമയത്ത് ഭാര്യ വീട്ടുകാരിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ കിട്ടും. എന്റെ കാര്യത്തിൽ അതോ കിട്ടുന്നില്ല. പോട്ടെ, അതിനിടെ കയറി നീ എന്നെ കൊച്ചാക്കാനുകൂടി നോക്കല്ലേ. നല്ലൊരു പാലുകാച്ച് നടത്തി ആളുകളുടെ കയ്യിൽ നിന്ന് മോശമല്ലാത്തൊരു തുക പിരിച്ചെടുക്കണം. അതിനുള്ള മാർഗം എന്താണെന്ന് നീ ആലോചിക്കേ. അതിന് പ്രകാശേട്ടൻ എവിടെയെങ്കിലും പാലുകാച്ചിന് പോവുകയോ 5 പൈസ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഒരു പാലുകാച്ചിയ വീട്ടിൽ എന്നെയും മോനെയും കൊണ്ടു ചെന്നിട്ട് മൃഷ്ടാനം വെട്ടി വിഴുങ്ങി പോരാ നേരം 10 രൂപ കവറിലിട്ട് കൊടുത്ത കാര്യമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നമ്മള് കൊടുക്കുന്നതേ നമുക്ക് തിരിച്ചു കിട്ടും. സുമിത്രേ, പാലുകാച്ചി വരട്ടെ, നിന്റെ സകല പരാതികളും ഞാൻ തീർത്തേക്കാം. ക്ഷണപത്രികയുടെ താഴെ അച്ഛന്റെ പേര് കൂടി വച്ചേക്കാം. എന്തൊരു ബുദ്ധി! അച്ഛൻ വിളിക്കുന്നത് പോലെ ആകുമ്പോ എല്ലാരും കൂടെ സംഭാവനയായിട്ട് വരുമല്ലോ അല്ലേ? എല്ലാ പണവും വാങ്ങി കീശയിലാക്കി പ്രകാശേട്ടൻ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറുകയും ചെയ്യും. ഇങ്ങനൊരു മനുഷ്യൻ. ഞാനതൊന്നുമല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഒന്നുമില്ല, നീ കിടന്നുറങ്ങാൻ നോക്കൂ.